ഈ എൻജിൻ ഫെയിലിയർ ഇപ്പോൾ അല്ലാണ്ട് പറഞ്ഞിട്ട് കൂക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ കഥ കഴിയും. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ്. കുറേ കാലമായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എപ്പോഴും തന്നെയാണ് എല്ലാ വീഡിയോ ഇറങ്ങുമ്പോൾ പറയൽ. കാരണമൊന്നുമല്ല, എപ്പോഴും ക്ലാസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി പോകുന്നു. അതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാൻ ടൈം കിട്ടാത്തത്. ടൈം കിട്ടിയാൽ തന്നെ മടി. വീഡിയോ എടുക്കൽ, അപ്ലോഡ് ചെയ്യൽ, എഡിറ്റ് ചെയ്യൽ, അങ്ങനെയെല്ലാം ആയിട്ട് കുറേ കാലം ഇങ്ങനെ വീഡിയോസ് ഇടാണ്ട് നിൽക്കും. പിന്നെ ഷോർട്സാണ് അധികം ഇടാറ്. അത് ഇപ്പോൾ ഫ്ലൈയിങ് ഇല്ല, അതുകൊണ്ട് തന്നെ സെയിം വീഡിയോസിൽ ഇങ്ങനെ ഷോർട്സ് ഇങ്ങനെ മാറ്റി മാറ്റിയിടാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് ഫ്ലൈയിങ് ഇല്ല വെച്ചാൽ നമുക്കിപ്പോൾ ക്ലാസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച കൊണ്ട് തീരും. പിന്നെ നമ്മൾ ഫ്ലൈയിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, എല്ലാവർക്കും പൈലറ്റ് ആവണം. എല്ലാവരും കുറേ ആഗ്രഹങ്ങളുണ്ടായി, ഇങ്ങനെ പൈലറ്റ് ആവണം, അതാക്കണം ഇതാക്കണം. പക്ഷെ ആർക്കും ഇതിൻ്റെ കഷ്ടപ്പാടുകൾ ആർക്കും അറിയില്ല. എല്ലാവരും ഈ കാണുന്ന ഞാനടക്കായാലും ഇൻസ്റ്റാഗ്രാമിലിടുന്നത് ഇപ്പോഴും വല്ല യൂണിഫോമിലിട്ട് എയർപോർട്ടിൽ പോകുന്ന ഫ്ലൈറ്റിൻ്റെ ഉള്ളിൽ നിന്നുള്ള വീഡിയോസേ ആൾക്കാർ കാണുന്നുള്ളൂ. പക്ഷേ അതിൻ്റെ ബാക്കിൽ എത്രമാത്രം കഷ്ടപ്പാടുണ്ട് അതിൽ വർക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ അത് ആ ഡ്രീമിന് വേണ്ടി പണിയെടുക്കുന്ന ആൾക്കാർക്ക് അതറിയൂ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ ഇൻസ്റ്റയിൽ നോക്കിയാൽ മൊത്തം അങ്ങനത്തെ വീഡിയോസേ ഉണ്ടോ. ഇപ്പോൾ ഫ്ലൈ ചെയ്യുന്ന നല്ല യൂണിഫോമിലിട്ട് നല്ല ഗെറ്റപ്പിൽ പോന്ന് വരുന്നു. പക്ഷേ ഇതിൻ്റെ ബാക്കിൽ കുറേ കഥകളുണ്ട്. അപ്പോൾ ആരും പറയാത്ത ഇങ്ങനെ ഓരോ ഡീമെറിറ്റ്സ്, അക്കാഡമീസ് നിങ്ങളോട് ചെയ്യുന്ന ഫേക്ക് പ്രോമിസസ്, അതിനെല്ലാം പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫീസിനെ പറ്റിയിട്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് പോലെ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് തന്നെയാണ്. കുറേ ആൾക്കാർ നിങ്ങളോട് പറയും 30 ലക്ഷത്തിൽ നിങ്ങളെ പൈലറ്റാക്കി തരാം, 35 ലക്ഷത്തിൽ നിങ്ങളെ പൈലറ്റാക്കി തരാം. അപ്പോൾ ഇത് ആൾക്കാർ കേട്ട് വിചാരിക്കും അത്രയല്ലേ പൈസ കണ്ടു. അവർ കണക്കിൽ ആ പൈസ കണ്ടിട്ടായിരിക്കും അവർ ട്രെയിനിങ്ങിലേക്ക് ഇറങ്ങുന്നുണ്ടാവുക. പക്ഷെ ഒരിക്കലല്ല, അത് കഴിഞ്ഞാലും വേറെ കുറേ പരിപാടികൾ. ഇപ്പോൾ പുറത്തുനിന്ന് നിങ്ങൾ ട്രെയിനിങ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈസൻസ് കൺവേർട്ട് ചെയ്യണം. അതിനെന്തായാലും ഒരു 3-4 ലക്ഷം റുപ്യ കൺവേർഷന് വേണം. പിന്നെ ടൈപ്പ് റൈറ്റിംഗ്, അതിനെന്തായാലും ഒരു 13-15 ലക്ഷം റുപ്യ ടൈപ്പ് റൈറ്റിംഗ് വേണം. അപ്പോൾ മൊത്തത്തിൽ എന്തായാലും നിങ്ങൾ പഠിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 60-70 ലക്ഷം എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. കുറേ ആൾക്കാർ 30 ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് പൈലറ്റ് ആകാൻ പറ്റും, 32 ലക്ഷം. ഒരിക്കലും ആ പൈസ കൊണ്ടാകാൻ പറ്റില്ല. അതുമാത്രമല്ല, എക്സാമിന് വേറെ പൈസ, മെഡിക്കൽ, അത് ഇത് അങ്ങനെ എല്ലാത്തിനും വേറെ വേറെ പൈസ തന്നെ കാണണം. ഓരോ അക്കാഡമീസുകാർ നിങ്ങൾക്ക് ഇത്രമാത്രം പൈസ ഉണ്ടെങ്കിൽ നമ്മളാക്കിത്തരാം, പക്ഷെ ഒരിക്കലും അതിൽ പോയി വീഴരുത്. ഞാൻ ഇപ്പോഴും പറയാം, നിങ്ങൾ അതിനെപ്പറ്റി ശരിക്കും പഠിച്ചതിന് ശേഷം മാത്രം ഈ ഫീൽഡിലേക്ക് ഇറങ്ങണം. പിന്നെ മെഡിക്കൽ, എല്ലാവർക്കും മെഡിക്കൽ ഫിറ്റ് ആവണമെന്നില്ല. ചില ആൾക്കാർ ചിലപ്പോൾ എന്തെങ്കിലും കളർ ബ്ലൈൻഡ്നെസ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് മെഡിക്കൽ ചെയ്താലേ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏതൊരു ഫ്ലൈയിങ് സ്കൂളിൽ ചേരുന്നതിനെക്കാട്ടി മുന്നേ നിങ്ങൾ ക്ലാസ് 1 മെഡിക്കൽ ചെയ്തിരിക്കണം. നിങ്ങൾക്കിതിന് കേപ്പബിൾ ആണെന്ന് നിങ്ങൾക്കത് ആ മെഡിക്കൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫ്ലൈയിങ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, അതോ കണ്ടിന്യൂ ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ മെഡിക്കലൊക്കെ നോക്കുമ്പോഴത്തേക്ക് വേറെ നിങ്ങൾക്ക് പൈലറ്റ് ആകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ആ പൈസ മൊത്തം വേസ്റ്റ് ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും, എവിടെ ഫ്ലൈയിങ്ങിന് ചേരുന്നുണ്ടെങ്കിൽ അതിന് ആദ്യം നിങ്ങൾ ക്ലാസ് 2 അല്ല, ക്ലാസ് 1 നിങ്ങൾ മെഡിക്കൽ ചെയ്ത് ഫിറ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ അവിടത്തേക്ക് പോകാൻ. ഇപ്പം പല കൺട്രീസിലും പല പല റൂൾസ് ആയിരിക്കും. ഇപ്പം ടുണീഷ്യയിൽ തന്നെ വെച്ചാൽ, ഇപ്പം നാട്ടിലാണെങ്കിലും നമുക്ക് ഏത് കാഴ്ചയിലാണെങ്കിലും കണ്ണട നമുക്ക് ഇത് ഐസൈറ്റ് മതി. പക്ഷേ ഇവിടെ അല്ല, ഇവിടെ എത്രയോ ഒരു കണക്കിന് താഴെയാണെങ്കിൽ അവർക്ക് കണ്ണട ഇട്ടിട്ടാലും പറ്റില്ല. അവർക്ക് മെഡിക്കലി ഫിറ്റ് ആയിരിക്കില്ല, അവർക്ക് മെഡിക്കൽ കിട്ടില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ വന്നിട്ട് മെഡിക്കൽ കിട്ടാണ്ട് നാട്ടിൽ തിരിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് അതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് മാത്രം വേണം ഇതിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. പിന്നെയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറേ പരിപാടികൾ മിസ്സാവും. കല്യാണം, ഫെസ്റ്റിവൽസ്, ന്യൂ ഇയർ, അങ്ങനെ പലതരം നിങ്ങൾക്ക് മിസ്സാവുന്നതാണ്. അതൊന്നും എല്ലാം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും, പക്ഷേ എല്ലാം അങ്ങനെ കിട്ടണമെന്നില്ല. അത് കൊമേഴ്ഷ്യൽ ഏവിയേഷനിൽ ചേർന്നാൽ മാത്രം. കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ ഇപ്പോൾ കൊമേഴ്ഷ്യൽ ഫ്ലൈ ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ലീവ് കിട്ടുമായിരിക്കും. ശരിക്കും അതിനെപ്പറ്റി അറിയില്ല. ബട്ട് നിങ്ങൾക്ക് ഫാമിലി ടൈം കുറവായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോ സ്ഥലത്തായിരിക്കും ലേ ഓവറിലുണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾക്ക് ഫാമിലീൻ്റെ ഒപ്പം കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് വേണം ആൾക്കാർ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ. ബട്ട് നിങ്ങൾ ഇതിലേക്ക് കടന്നു വരുമ്പോൾ അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. നിങ്ങൾക്ക് പൈലറ്റ് ആവാൻ അത്ര ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ഒരു കാരണമായിരിക്കുമല്ലോ. ഇത് ഫാമിലീൻ്റെ ഒപ്പം എന്തായാലും കിട്ടാണ്ടൊന്നുമില്ല, കിട്ടലും ചെയ്യും. ബട്ട് മറ്റ് ജോലികൾ അപേക്ഷിച്ച് ഇത് കുറവായിരിക്കും എന്ന് മാത്രം. പിന്നെ പറയാനുള്ളത് എക്സാംസിനെ പറ്റിയിട്ടാണ്. എക്സാംസ് എന്ന് വെച്ചാൽ അത്യാവശ്യം ടഫ് എക്സാം തന്നെയാണ് ഇതിലുള്ളത്.
അതുമല്ല നല്ല മാർക്കും വേണം. ഇപ്പം നമുക്കിപ്പോൾ നാട്ടിലെ എക്സാമിന് വേണ്ടത് 70 മാർക്കാണ് വേണ്ടത്. നാവിഗേഷനിലായാലും 69 ആണെങ്കിൽ ഫെയിലാണ്. മറ്റേ ഇത് പിന്നെ ബാക്കിയുള്ള മെറ്റർ എക്സലാണെങ്കിൽ 68 ആണ് നിങ്ങൾ 70 തന്നെ കിട്ടിയിരിക്കണം. 69 ആണെങ്കിൽ പിന്നെ നിങ്ങൾ എക്സാം എഴുതണം. എന്നിട്ട് 70 ആണെങ്കിൽ മാത്രമേ നിങ്ങൾ പാസ്സാവും. അതുപോലെ തന്നെ ടുണീഷ്യയിലാണെങ്കിൽ 75% മാർക്ക്. 74.5 ഒക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ഫെയിൽ, അവരെന്തായാലും പാസ്സാക്കൂല. അപ്പോൾ അതെല്ലാം ഭയങ്കര ടഫാണ്. പഠിക്കാൻ നിങ്ങൾ ഉറപ്പുണ്ടെങ്കിൽ മാത്രം, പഠിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഈ ഫീൽഡിലേക്ക് വരാം. വെറും ഫ്ലൈയിങ് മാത്രം കണ്ണ് കണ്ടിട്ട് വരാൻ പറ്റില്ല. കാരണം ഈ ചെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫ്ലൈയിങ്ങിലും ചെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ ഫ്ലൈയിങ്ങിൻ്റെ ഇടയ്ക്ക് ഇത് നോക്കും, നമ്മൾ ഫ്ലൈയിങ് കേപ്പബിൾ ആണോ. ഓരോ PPL ചെക്കിനും ഓരോ ചെക്ക് ഉണ്ടാവും. അതൊക്കെ അവർ ഫെയിലാണെങ്കിൽ നമ്മൾ വീണ്ടും ആ ചെക്കിന് നമ്മൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് വേണം നമ്മൾ ആ ഫ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഇതിൻ്റെ ബാക്കിൽ. പിന്നെ നിങ്ങൾക്ക് പ്രഷർ സിറ്റുവേഷൻ കൂളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. കാരണം ഇപ്പം നമുക്ക് ഒരു ഇൻഫ്ലൈറ്റിലാണെങ്കിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും എമർജൻസീസ് വെച്ച് വന്നാൽ നമ്മൾ പാനിക്കാവാൻ പറ്റില്ല. അത് നമ്മൾ കൂളായിട്ട് ഇപ്പോൾ എന്തെങ്കിലും എമർജൻസി ചെക്ക് ലിസ്റ്റ് ഉണ്ടാവും. അതിപ്പോൾ നമുക്കിപ്പോൾ എൻജിൻ ഫെയിൽ ആണെങ്കിൽ നമ്മൾ എൻജിൻ ഫെയിൽ എന്ത് ചെയ്യണം, അങ്ങനെ അത് ഓരോ ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ എൻജിൻ വർക്കാവുന്നില്ലെങ്കിൽ നമ്മൾ ഇന്നൊരു സ്ഥലം നമ്മൾ കണ്ണിൽ കാണണം, ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം കാണണം, അവിടെ ലാൻഡ് ചെയ്യാൻ പറ്റണം. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ എൻജിൻ ഫെയിലിയർ ഇപ്പോൾ അല്ലാണ്ട് പറഞ്ഞിട്ട് കൂക്കിയിട്ട് കാര്യമില്ല. അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങളെ കഥ കഴിയും. അങ്ങനത്തെ ഒന്നും പ്രഷർ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരിക്കണം. അതുപോലെ തന്നെ പേടിക്കാൻ പറ്റില്ല, ധൈര്യം ഉണ്ടായിരിക്കണം. ധൈര്യം എന്നെല്ലാം വെച്ചാൽ ഫ്ലൈ ചെയ്താൽ തുടങ്ങി അങ്ങനെ വരുത്താണ്. എനിക്ക് ആദ്യം ചെറിയ പേടിയെല്ലാം ഉണ്ടായിന്, ചെറിയ പേടി പോലെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എനിക്ക്. അതായത് അത് നമുക്ക് ഉച്ചക്കായിരുന്നു ഫ്ലൈയിങ് ഉണ്ടായി, ഫസ്റ്റ് ഫ്ലൈറ്റ് കുറച്ച് ഉച്ചയോടടുത്ത്. അതുകൊണ്ട് ഉച്ചക്കെന്ന് വെച്ചാൽ ടർബുലൻസ് കുറച്ച് കൂടുതലായിരിക്കും. ആദ്യത്തെ ഫ്ലൈറ്റിന് തന്നെ ഭയങ്കര കുലുക്കായിരുന്നു എയർക്രാഫ്റ്റ്. പേടിയില്ല, ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് എന്നാലും ചെറിയൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ഇതുണ്ടായിരുന്നു ആദ്യത്തെ ഫ്ലൈങ്ങിൽ. പിന്നെ ശരിയായി. പിന്നെ നമുക്കൊന്നും ടർബുലൻസ് നോക്കാൻ തന്നെ ടൈം ഉണ്ടാവില്ല. നമ്മൾ അത് സാധാ പോലെ ഇങ്ങനെ ഫ്ലൈറ്റ് ചെയ്താൽ നമ്മൾ പിന്നെ പേടിക്കാനൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്കറിയാം ഇത് ഇന്ന കാരണം കൊണ്ടാണ് ടർബുലൻസ്. പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട വരില്ല. നമുക്ക് അത് പേടിക്കേണ്ടതൊന്നും നമ്മൾ നോക്കില്ല. സാധാ പിന്നെ അത് ശീലമായിക്കോളും. അങ്ങനെയൊക്കെയാണ്. അതൊന്നും ഓർത്ത് ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. അതെല്ലാം നമുക്ക് ഇൻഷാ അല്ലാ വരുന്ന വഴിയിൽ വെച്ച് ശരിയാവലാണ്. എന്ന് വെച്ചാൽ ഇടയ്ക്ക് നിങ്ങൾക്കൊരു സെൽഫ് ഡൗട്ട് വരാണ്ട്, അല്ല ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂലേ, ഞാൻ എന്തിന് ഈ ഇത് തിരഞ്ഞെടുത്തു എന്നെല്ലാം എനിക്കെല്ലാം ഇടയ്ക്കിങ്ങനെ വരും. ഇടയ്ക്ക് ഓരോ രാത്രിയിൽ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അല്ലാഹോ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് ഇനി പണി കിട്ടാണ്ടായി പോവോ, അങ്ങനെയെല്ലാം വിചാരിക്കും. ബട്ട് സ്റ്റിൽ നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് എത്തിപ്പെടണമെങ്കിൽ എല്ലാത്തിനും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട്. നമുക്ക് എന്തായാലും സെൽഫ് ഡൗട്ടെല്ലാം ഉണ്ടാവും. അതൊന്നും കാര്യമാക്കണ്ട. നമുക്ക് എന്താണോ നമ്മുടെ എന്താ പറയുക, നമ്മളെ ടാർഗറ്റ് എന്താണോ അവിടെ നമ്മൾ എത്തിച്ചേരുന്നവരെ പണിയെടുക്കുക. അങ്ങനെ തന്നെ മുമ്പോട്ട് പോകണം. ഒരിക്കലും നമ്മൾ ബാക്കോട്ട് അടിക്കാൻ പറ്റില്ല. അത് സെൽഫ് ഡൗട്ടെല്ലാം സാധാരണ നമുക്കിപ്പം ഏത് ഫീൽഡിലായാലും ഇപ്പം നമ്മളിപ്പോൾ നീറ്റിന് പഠിക്കുന്നവരിപ്പോൾ നീറ്റിന് പഠിക്കുമ്പോൾ ഉണ്ടാവില്ല നമുക്ക് കിട്ടൂലേ, ഈ വർഷം പഠിച്ചിട്ട് വെറുതെ ആയി പോകും. ഇനിയിപ്പം ഡോക്ടറായാൽ തന്നെ പണി കിട്ടാണ്ട് വെറുതെ ഇരുന്ന് പോകും. എല്ലാ ഫീൽഡിലും അങ്ങനെ ഉണ്ടാവും. അതൊന്നും ഓർത്തിട്ട് നിങ്ങൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. പിന്നെയെന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ ചേരുമ്പം പല അക്കാഡമീസും നിങ്ങളോട് ചിലപ്പം ജോബ് സ്പോൺസർ ഓഫർ ചെയ്യും. ലൈക്ക് അവർ പറയും നിങ്ങൾക്ക് ജോബ് ഗ്യാരണ്ടി ഉണ്ട്, 100% ജോബ് ഗ്യാരണ്ടി ഉണ്ട്, നമ്മൾ കയറ്റിത്തരും. അത് കാഡറ്റ് പൈലറ്റ് പ്രോഗ്രാം എടുത്താലാണ് ജോബ് ഗ്യാരണ്ടി ഉള്ളത്. അത് കുറച്ച് എക്സ്പെൻസീവാണ്. ബട്ട് കൺവെൻഷനലായിട്ട് ഫ്ലൈ ചെയ്യുന്നവർക്ക് ഒരാൾക്കും ജോബ് ഗ്യാരണ്ടി തരാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ ഇവർ ഈ എയർലൈൻ ഇൻ്റർവ്യൂ എന്ന് വെച്ചാൽ ഓരോ പ്രോസസ്സായിട്ടുണ്ടാവും. ആദ്യം റിട്ടേൺ എക്സാം ഉണ്ടാവും, പിന്നെ എയർലൈൻ ഇൻ്റർവ്യൂ എന്നുണ്ടാവും, പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാവും. അതെല്ലാം അവർ സോളോ ആയിട്ടാണ് ചെക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മളിപ്പോഴൊരു അക്കാഡമി നമ്മൾ സജസ്റ്റ് ചെയ്തെന്ന് വെച്ചിട്ട് അവരെടുക്കാനൊന്നും പോകുന്നില്ല. അവരങ്ങനെ അത് അക്കാഡമി സജസ്റ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു അന്തം കൊന്തും തിരിയാത്തൊരു പൊട്ടനെ പിടിച്ചിട്ട് ഇവനാ നിങ്ങളെ എയർലൈൻസിൽ കയറ്റണം എന്ന് പറഞ്ഞാൽ കയറ്റുമോ? ഇല്ല, കയറ്റൂല. അത് അവർ നമ്മളെ പെർഫോമൻസ് പോലെ ഇരിക്കും. നമ്മളെ നോളജ് അവർ ചെക്ക് ചെയ്യും, നമുക്ക് പ്രഷർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെന്ന് ചെക്ക് ചെയ്യും, നമ്മൾ ഇംഗ്ലീഷ് ഫ്ലുവൻസി അവർ ചെക്ക് ചെയ്യും. എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമുക്കൊരു എയർലൈനിലേക്ക് നമുക്ക് കിട്ടുകയുള്ളൂ. ഇൻഷാ അല്ലാ എനിക്കെല്ലാം കിട്ടണം, ദ്വാരക്കലുണ്ട് എപ്പോഴും. അപ്പോൾ എല്ലാവരും ഇതെല്ലാം മനസ്സിൽ കണ്ടിട്ട് വേണം വരാൻ. നിങ്ങളോട് പല ആൾക്കാരും പറയും ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഫ്ലൈറ്റിൽ കിട്ടും. ഒരിക്കലും കിട്ടില്ല. അത് നിങ്ങളെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും ഫ്ലൈറ്റിൽ കിട്ടൽ.
പിന്നെയെന്ന് വെച്ചാൽ നിങ്ങളെല്ലാ ഫ്ലൈറ്റും 100% പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. ഒരു ദിവസം നിങ്ങൾ നല്ല വൃത്തിക്ക് ഫ്ലൈ ചെയ്താൽ പിന്നത്തെ ഒരു ദിവസം നിങ്ങളെ ഇൻസ്ട്രക്ടർ ആകാശത്തുനിന്ന് കൊല്ലും. അതായത് അവർ പറഞ്ഞ് നിങ്ങളെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന രീതിയിൽ അവർ കലമ്പും. അതൊന്നും കേട്ടിട്ട് നമ്മൾ പതറാൻ പറ്റില്ല. കാരണം ഞാൻ പതറിയിട്ടുണ്ട്. ഞാനെന്നല്ല, എല്ലാവരും അവർ പതറിക്കും. എൻ്റെ രണ്ടാമത്തെ ഫ്ലൈറ്റിലാണ് അവർ ഇങ്ങനെ വഴക്ക് പറഞ്ഞത്. കലമ്പ് എന്ന് വെച്ചാൽ വഴക്ക്. അതായത് ഒന്നുമില്ല, ആകാശത്ത് കൊണ്ടുപോകും, ഇങ്ങനെ ഓരോന്ന് നമ്മൾ പറയും, നമ്മളത് ചെയ്തോളാം. ഞാൻ സെക്കൻഡ് ഫ്ലൈറ്റാണ്. എന്നോട് ഇങ്ങനെ പറയാം, ഞാനിത് കുറേ കാലം ഫ്ലൈ ചെയ്യുന്ന പോലെ, എനക്കാണെങ്കിൽ ഒന്നും തിരിയുന്നില്ല. ഇയാളെ കലമ്പ് കിട്ടിട്ടാണെങ്കിൽ എനക്കാകെ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയുന്നില്ല. അങ്ങനത്തെ ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് ഒരു ഫ്ലൈറ്റും എല്ലാ ഫ്ലൈറ്റും നിങ്ങൾ ഒരേപോലെ ആയിരിക്കണം എന്നില്ല. ചിലത് നിങ്ങളത് മോശമാവാം, ചിലത് നല്ലതാവാം. അങ്ങനെ ഇമ്പ്രൂവ് ആയിട്ട് വരുത്താണ്. എല്ലാം നിങ്ങളത് ഓക്കെ ആയിരിക്കില്ല ഫസ്റ്റത്തേൽ. പിന്നെ 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 അങ്ങനെ ഓക്കെ ആയി വരലാണ്. പിന്നെ ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നിങ്ങൾ ഫ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം അനുഭവിക്കാം. അതായത് വെച്ചാൽ നമ്മൾ ഈസ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമ്മൾ ടൈം നമുക്ക് ലോസ് ആവുക ചെയ്യുന്നത്. അതായത് ഇപ്പം നമ്മൾ വെസ്റ്റിലോട്ടുനിന്ന് ഈസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ സമയം മുന്നോട്ട് കടന്നു വരും. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ക്ഷീണം അനുഭവപ്പെടും. നമ്മളവിടെ ഇപ്പോൾ ലേവറാണെങ്കിൽ. നേരെ തിരിച്ച് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ടേക്കാണെങ്കിൽ അത്ര ക്ഷീണം ഉണ്ടാവില്ല. അതെന്ന് വെച്ചാൽ എർത്തിൻ്റെ റൊട്ടേഷൻ, അത് ഇവിടെ പറഞ്ഞാൽ എനിക്കും തിരിയില്ല, നിങ്ങൾക്കും തിരിയില്ല. അത് സംഭവം അങ്ങനെയാണ്. ജെറ്റ് ലാഗ് എന്ന് പറഞ്ഞ സംഭവം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഫ്ലൈങ്ങിന് പോയാൽ തന്നെ ഇപ്പോൾ എവിടെയെങ്കിലും എത്തിയാൽ നമുക്ക് ആ ഒരു ചെറിയ ക്ഷീണം ഉണ്ടാവും. പ്രഷർ ഡിഫറൻസ്, ആകാശത്ത് പോകുമ്പോൾ പ്രഷർ ഡിഫറൻസ്, അത് നിങ്ങളെ ചെവി, നിങ്ങളെ ടേസ്റ്റ് ബഡ്സ് എല്ലാത്തിനും ബാധിക്കും. അതുപോലെ ഓരോ ഫ്ലൈറ്റിനും നിങ്ങൾക്ക് ഇത് ഉണ്ടാവുന്നതാണ്. പിന്നെ അത് ശീലമായിരിക്കും. ഞാനങ്ങനെ കുറേ കാലം ഫ്ലൈ ചെയ്യാത്തതുകൊണ്ട് എനിക്കറിയില്ല. അങ്ങനെയാണിപ്പം എനിക്ക് കിട്ടിയ അറിവ് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. ജെറ്റ് ലാഗ് ഉണ്ടാവും. നമ്മൾ ഓരോ ഫ്ലൈറ്റിലും നമുക്കിപ്പം ചെറിയ ചെറിയ ക്ഷീണം ഉണ്ടാവും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലൈയിങ് ആയാലും നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നൈറ്റ് ഫ്ലൈയിങ്, അതൊക്കെ കണ്ടിട്ട് വേണം ഇതിലേക്ക് വരാൻ. പിന്നെ പറയാനുള്ളത്, നിങ്ങൾ സിഗരറ്റ് വലിക്കുന്നവരോ കള്ള് കുടിക്കുന്നവരോ ആണെങ്കിൽ പരമാവധി അത് ഇല്ലാണ്ടാക്കാൻ നോക്കുക. കാരണം എന്ന് വെച്ചാൽ സിഗരറ്റ് വലി കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ മെഡിക്കൽ ഹെൽത്തിനെ ബാധിക്കും. അതായത് സിഗരറ്റ് വലി എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാമല്ലോ, സിഗരറ്റ് വലി ഇപ്പം ശ്രീനിവാസൻ തന്നെ മരിക്കുമ്പം തന്നെ അതിന് കുറച്ച് മുമ്പ് ശ്രീനിവാസൻ പറഞ്ഞു സിഗരറ്റ് വലിയാണ് അയാൾ ഇങ്ങനെ ആക്കാൻ കാരണം. അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളുണ്ട് നമുക്ക്. ഇതിലായാലും ഏതൊരു ഫീൽഡിലായാലും നമുക്ക് മെഡിക്കൽ ഹെൽത്ത്. ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് തന്നെ സ്മോക്ക് ചെയ്യുന്നവരുണ്ട്. അവരെന്നെ ഇപ്പം നിർത്താൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങാത്തവരാണെങ്കിൽ നിങ്ങൾ തുടങ്ങാണ്ടിരിക്കുക. ഇനിയിപ്പം പുറത്ത് പഠിക്കാൻ പോയാലും നിങ്ങൾക്ക് പല അവസരങ്ങളും കാണും. നിങ്ങളെ ഇപ്പം ഇരിക്കുന്ന സിഗരറ്റ് വലിക്കുന്നുണ്ടാവും, കള്ള് കുടിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളതൊരു ഉറച്ച തീരുമാനം എടുക്കാതെ ജീവിതത്തിൽ തൊടൂല എന്നുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കും ഉറപ്പായിട്ടും. നിങ്ങൾക്ക് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റും ഇൻഷാ അല്ലാ. അങ്ങനെയാണല്ലോ. ഇങ്ങനത്തെ ഒന്നും ചെയ്യാണ്ടിരിക്കുക. പിന്നെ എല്ലാം അള്ളാൻ്റെ അടുത്തേക്ക് വിട്ടുകൊടുക്കുക, എല്ലാം ശരിയായിക്കോളും ഇൻഷാ അല്ലാ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത്. ഞാനെന്തായാലും വെച്ചാൽ ഞാനെല്ലാം അറിഞ്ഞിട്ടൊന്നും വന്ന് ചേർന്നവനൊന്നുമല്ല. ഈ ചേർന്നതിന് ശേഷം ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ഇപ്പോൾ ഈ ഒരു നിലയിലെത്തിയതാണ് അൽഹംദുലില്ലാ. അതുപോലെ തന്നെ നിങ്ങളും എത്തുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനിയും നമുക്ക് പുതിയ പുതിയ വീഡിയോകളായി കാണാം ഇൻഷാ അല്ലാ. വീഡിയോസ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ നോക്കാം. ബട്ട് മടിയാണ്. എല്ലാവരും എൻ്റെ മടി മാറാൻ ദുആർക്കുക. ചുമ, അതോ ഒരു മെയിൻ റീസൺ ആയിരുന്നു. ചുമ എന്നെല്ലാം പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റുമല്ലോ, അപ്പാടെ എനിക്ക് ചുമ വരും. അതുകൊണ്ട് ആയിരുന്നു ഒരു 2 മാസത്തോളം, 1.5 മാസത്തോളം എനിക്ക് നല്ല ചുമയുണ്ടായിരുന്നു. ചുമ വരും പോവും. തണുപ്പാലായിക്കൊണ്ടാന്ന് തോന്നുന്നല്ല, അതെ തണുപ്പാലായിക്കൊണ്ട് എല്ലാവർക്കും ഉണ്ട്. കുറേ മരുന്ന് കുടിച്ച് അങ്ങനെ മാറി മാറി വന്ന് ഇപ്പം ചെറുതായിട്ട് വലുങ്ങനെയില്ല, എന്നാലും ചെറുതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.